പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ നടത്തുന്ന സമർപ്പണ ഒരുക്കത്തിൻ്റെ 22-ാം ദിവസത്തിൽ അമ്മയെക്കുറിച്ചുള്ള അറിവിൽ ആഴപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. യോഹന്നാന്റെ സുവിശേഷം 19:28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ യോഹന്നാന് അമ്മയെ നൽകിയ. അതിനുശേഷം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്ന് ഈശോ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ ആ ഒരു ദാഹം ഏറ്റെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കാൽവരിയിൽ നിന്ന് ഇറങ്ങുക. യോഹന്നാന്റെ കൂടെ അമ്മ തൻ്റെ പുത്രൻ്റെ അവസാനത്തെ ആ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു ദാഹം, പിന്നെ അമ്മ മക്കളെ നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. സഭയുമായി അമ്മയ്ക്കുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരു കാതലായ ഭാവം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വർഗീയ മാതാവിനോട് സ്വന്തം അമ്മയോടെന്നതുപോലെ ഒരടുപ്പമുണ്ടായിരിക്കണമെന്നുള്ളതാണ്. നമുക്ക് എന്ത് സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മാതാവേന്ന് വിളിക്കാൻ പറ്റണം. നമ്മുടെ ഒരു അഭയകേന്ദ്രമാകണം. ജപമാലകൾ ചൊല്ലുന്നത്, ഒരുപക്ഷെ നിയോഗം വെച്ച് ചൊല്ലുന്നത് നമുക്ക് ഇത്ര എണ്ണം ചൊല്ലി തീർക്കണമെന്നുള്ള ഭാരം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജപമാല ചൊല്ലുന്നതിന് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചൊല്ലിപ്പോകാമല്ലോ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മമാർക്ക്, ജോലി യാത്രയ്ക്ക് പോകുമ്പോൾ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇത് കയ്യിൽ ജപമാല ഉണ്ടാവണമെന്ന് എന്താ നിർബന്ധം? നമ്മുടെ ഹൃദയത്തിലൂടെ നമുക്ക് ചൊല്ലിപ്പോകാമല്ലോ. ഇനി 1-2 എണ്ണം തെറ്റിയാൽ പോലും നമുക്ക് ഒരു രഹസ്യമെങ്കിലും ധ്യാനിക്കാമല്ലോ. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ മയങ്ങിക്കിടക്കുമ്പോൾ പോലും നമ്മുടെ അന്തരാത്മാവ് ജപമാല മണികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരിത്തിരി ഫ്രീ ടൈം കിട്ടുമ്പോൾ അറിയാതെ നമ്മൾ ജപമാല ചൊല്ലും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർ അനുവാദമില്ലാതെ മക്കളുടെ കാര്യത്തിൽ ഇടപെടും. അതൊരു പ്രായം വരെയാണ്. എന്നാലോ ഒരു പക്വതയാർന്ന മക്കൾ, ഒരു പ്രായത്തിലേക്ക് പ്രവേശിച്ച മക്കൾ, അവരുടെ ജീവിതത്തിൽ അമ്മമാർക്ക് ഇടപെടാവുന്നതിലൊരു പരിധിയുണ്ട്. എന്നാൽ അനുസരണമുള്ള മക്കളായി അമ്മയുടെ അടുത്ത് വന്ന് അവരുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അമ്മയ്ക്ക് അവരോട് പറയാൻ പറ്റും. അമ്മയുടെ അനുഭവത്തിൽ നിന്ന് അവരെ സഹായിക്കാൻ പറ്റും, ആശ്വസിപ്പിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. ഇത് മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ഒരു തീരുമാനമാണ്. എനിക്ക് അമ്മയെ കാണുമ്പോൾ പുച്ഛമുള്ള മക്കളുണ്ട്, അമ്മയെ കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നാത്തവരുണ്ട്, അല്ലെങ്കിൽ അമ്മയോട് കലഹിച്ചിരിക്കുന്നവരുണ്ട്. ഇത് നമ്മുടെ സ്വർഗീയ മാതാവിൻ്റെ അടുത്തും ഇതേപോലെയാണ്. അമ്മയ്ക്ക് ശരിക്കും ഒരു മനുഷ്യ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളതൊരു സാധാരണ സ്വാർത്ഥം നിറഞ്ഞ ഹൃദയമായിട്ട് മനസ്സിലാക്കരുത്. അതിനേക്കാളൊക്കെ അപ്പുറം നമ്മൾ എത്ര വേദനിപ്പിച്ചാലും അമ്മ നമ്മളെ ഇങ്ങനെ ചങ്കിലേക്ക് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന അമ്മയുടെ ഒരു സ്നേഹം. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശോയുടെ അമ്മയാണ്, ലോകം മുഴുവൻ്റെയും അമ്മയാണ്, തിരുസഭയുടെ അമ്മയാണ്, സ്വർഗത്തിലെ അമ്മയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ശരിക്കും എൻ്റെ അമ്മയാണ് എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടാകണം. നമുക്ക് പ്രത്യേകമായി
നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന പേരാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പോലും യഥാർത്ഥ മരിയഭക്തി എന്നുള്ള ലൂയി ദി മോൺഫോർട്ടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചെല്ലുക. ഇതിനകത്ത് എന്തുകൊണ്ടാണ് യഥാർത്ഥ മരിയഭക്തി എന്നൊരു ശീർഷകം ആ പുസ്തകത്തിന് വരിക? ആ പുസ്തകത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം യഥാർത്ഥ മരിയഭക്തിയും അയഥാർത്ഥ്യ മരിയഭക്തിയും എന്നുള്ള പേരിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കേന്ദ്രീകരിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുക. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പഠിപ്പിച്ച പഠനങ്ങളിൽ, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളിൽ, അദ്ദേഹം നൽകിയ മെരിയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥ മരിയഭക്തി എന്താണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന ഭാഗം. ഒന്നാമതായിട്ട് യഥാർത്ഥമല്ലാത്ത മരിയഭക്തി ഒരു 7 എണ്ണം പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് വിമർശകരാണ്, രണ്ടാമത്തേത് സംശയാലുക്കളാണ്, മൂന്നാമത്തെ ഭാഗ്യഭക്തര്, നാലാമത്തെ സ്വയം വഞ്ചിതര്, അഞ്ചാമത്തെ ചഞ്ചല മനസ്കര്, ആറാമത്തെ കപടഭക്തര്, ഏഴാമത്തേത് സ്വാർത്ഥ തൽപരര്. ഒന്നാമതായി വിമർശകരെ കുറിച്ചാണ് പറയാ. ഈ വിമർശകരെന്ന് പറഞ്ഞാൽ അഹങ്കാരികളായ പണ്ഡിതർ എന്നാണ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് അവരെ വിളിക്കുക. അതായത് പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളടക്കം സഭാപിതാക്കന്മാര് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിലെ സഭയുടെ വിശ്വാസ പാരമ്പര്യം, ഇതൊക്കെ പറയുമ്പോഴും ഒരു എതിർചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ദോഷൈക ദൃക്കുകളായി ഇതിനെല്ലാം നിരൂപണം ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെയും, അമ്മ നമ്മൾക്ക് തരുന്ന സംരക്ഷണത്തെയും, അമ്മ ദൈവമാതാവാണെന്നും നിത്യകന്യകയാണെന്നും അമലോത്ഭവയാണെന്നും സ്വർഗാരോപിതയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാം അതിനേക്കാൾ കവിഞ്ഞ ഒരു അറിവുള്ള വലിയ പണ്ഡിതരെ പോലെ വിമർശിക്കുന്ന വിമർശകർ യഥാർത്ഥത്തിൽ മരിയഭക്തിക്ക് വലിയ വിഘാതം സൃഷ്ടിക്കുന്നവരാണ് എന്ന് ലൂയി ദി മോൺഫോർട്ട് പറഞ്ഞു വെക്കുകയാണ്. പലപ്പോഴും ശരിക്കും മാതാവിനോട് ഭക്തിയുള്ളവരെ ഇവർ പുച്ഛിക്കും. അതായത് വഴിയിൽ വെച്ച് മാതാവിൻ്റെ രൂപം കണ്ടാൽ പോലും ആ രൂപത്തെ വണങ്ങുന്നവരുണ്ട്. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടൊക്കെ എവിടെ കണ്ടാലും രൂപം വണങ്ങും. വിശുദ്ധരുടെ എല്ലാം ഒരു പ്രത്യേകത അതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ രൂപത്തോടുള്ള വലിയൊരു ഭക്തി, സ്നേഹം. ഇനി ഇത് കാണിക്കുമ്പോൾ പറയും, ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ രൂപമല്ലേ, ഇതിനോട് ഇതിന് ഇത്ര വലിയ സ്നേഹം കാണിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ മരിയഭക്തികളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയും വലിയ വിമർശന മനസ്സോടുകൂടി അറിവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ വിമർശിക്കുന്നവർ യഥാർത്ഥമായ മരിയഭക്തിക്ക് വിഘാതമായിട്ടുള്ളവരാണെന്ന് പറയുന്നു. രണ്ടാമത് സംശയാലുക്കളാണ്. ഇത് വേറൊരു വലിയ പ്രശ്നമാണ്. പരിശുദ്ധ അമ്മയോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കുമ്പോൾ ഈശോയെ നമ്മൾ നിന്ദിക്കുവാണോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളൊരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇനി തുടർന്ന് വരുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ സ്വാർത്ഥത വെച്ചിട്ടാണ് നമ്മൾ കയറുന്നെങ്കിൽ നമ്മൾ ആദ്യം വിശുദ്ധരുടെ അടുത്തേക്ക് ഓടും. ഈശോയെക്കാട്ടിലും പലപ്പോഴും അന്തോണീസ് പുണ്യാളനായിരിക്കും പ്രധാനപ്പെട്ടത്, യൂദാ തദേവൂസ് ആയിരിക്കും പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും അധികം നിന്ദിക്കപ്പെടുന്ന 2 വിശുദ്ധരാ, വിശുദ്ധ അന്തോണീസും വിശുദ്ധ യൂദാ തദേവൂസും. മറ്റൊന്നുമല്ല, നമ്മുടെ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി കർത്താവിനെ മറന്ന് കർത്താവിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരൊക്കെ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ വിശുദ്ധരാണ്. അവരുടെ മാതൃക നമ്മൾ സ്വീകരിക്കണം. സത്യമായും അവരിലൂടെ നമ്മുടെ ഭൗമികമായ ആവശ്യങ്ങളിലൊക്കെ ഇടപെടുമെങ്കിൽ തന്നെയും പരമപ്രധാനമായത് അവരുടെ പുണ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പല മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലെയും ഒരു പ്രശ്നം, ഈശോയുടെ ദിവ്യസക്രാരി ഉണ്ടായിരിക്കും, അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ചാപ്പലുകൾ ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ഒരു സഭയിലെ അംഗമാണ്. ചെറിയ കപ്പേളകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വരപ്രസാദനാഥയുടെ കപ്പേള എന്നുള്ള പേരിൽ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലുണ്ട് പരിശുദ്ധ അമ്മയുടെ ഷേൺസ്റ്റാട്ട് കപ്പേളകൾ. ഈ കപ്പേളയുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ്. എങ്കിൽ തന്നെയും അതിൻ്റെ മുൻപിലായി പരിശുദ്ധ സക്രാരിയുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഈശോയെ വണങ്ങിയതിന് ശേഷം, ഈശോയെ ദൈവമായി ആരാധിച്ചതിന് ശേഷമാണ് നമ്മൾ പരിശുദ്ധ അമ്മയിലേക്ക് തിരിയേണ്ടത്. നമ്മൾ ആദ്യം ഈശോയെ ആരാധിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാധ്യസ്ഥം യാചിച്ചതിന് ശേഷം വേണം നമ്മൾ വിശുദ്ധരുടെ അടുത്തേക്ക് തിരിയേണ്ടത്. ഇനി ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം,
പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ ഈശോ പിണങ്ങുകയോ ഈശോ അതിൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ സ്വർഗം അതിൽ സങ്കടപ്പെടുകയോ ചെയ്യത്തില്ല. പക്ഷെ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. നമ്മുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടാകണം, യഥാർത്ഥ ജ്ഞാനമുണ്ടാകണം. അപ്പോൾ ചില സംശയാലുക്കളായിട്ടുള്ള വ്യക്തികൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളും അവൾ വഴി ക്രിസ്തുവിലേക്ക് നമ്മൾ നടത്തുന്ന അപേക്ഷകളൊക്കെ അവർക്ക് അരോചകമായിട്ട് തോന്നും. അത് ശരിയല്ല. നമുക്ക് ഈശോയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നതിൽ തെറ്റില്ല. കാരണം പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതും ബലിയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യവും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഭക്തകൃത്യങ്ങൾ ഭാഗ്യമായിട്ട് നമ്മളിങ്ങനെ ചെല്ലുന്നതിൽ എന്താ കാര്യം? ഒത്തിരി ജപമാല ചൊല്ലിക്കൂട്ടുന്നതിൽ എന്താ കാര്യം? മാതാവിൻ്റെ അടുത്ത് ഇത്രയും പറയുന്നതിൽ എന്താ കാര്യം? ഈശോയോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ? ഇതിന് മാത്രം വലിയ ഒരു കാര്യം എന്താണ്? ഈശോയ്ക്കല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്? മാതാവിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇല്ലെങ്കിൽ മാതാവില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ മാതാവിലൂടെ നോക്കുന്ന ഈശോയിലേക്കാണല്ലോ. അതായത് ഈശോയുടെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിൽ പരിശുദ്ധ അമ്മയില്ല. അമ്മയിൽ വിളങ്ങി നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ അല്ലേ നമ്മൾ പ്രകീർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ആവാസമായ അല്ലേ പരിശുദ്ധ അമ്മ? അമ്മ പെട്ടകമല്ലേ? അപ്പം നമ്മൾ അത് കൃത്യമായി മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് ഭാഗ്യഭക്തരാണ്. ആന്തരിക ചൈതന്യമില്ലാതെ ഇവര് ബാഹ്യഭക്തി പ്രകടിപ്പിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നു. ഒത്തിരി കൊന്ത ചൊല്ലിക്കൂട്ടും. ഞാൻ ഇന്ന് എത്ര കൊന്ത ചൊല്ലി, ഒരാഴ്ച ഞാൻ ഇത്രയും കൊന്ത ചൊല്ലുന്നുണ്ട്, കൊന്തകൾ ചൊല്ലി, എത്ര നമ്പർ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു, നമ്മളിതിങ്ങനെ ചൊല്ലിക്കൂട്ടുന്നു. അതുപോലെ തന്നെ മാതാവിന് നമ്മൾ സാരി ഉടുപ്പിക്കുന്നു, നേർച്ചകൾ നേരുന്നു, നമ്മളിങ്ങനെ പുറമേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് ബെൻഡിങ് ഇഷ്ടമാണ്, ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ഈ പുറമേ ഉള്ള കാര്യങ്ങൾ താല്പര്യമാണെങ്കിൽ തന്നെയും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പുണ്യങ്ങൾ ആർജിച്ചെടുക്കണമെന്ന് താല്പര്യമില്ല. ഇന്ദ്രിയ ഗോചരമായ ഭക്തി പ്രകടനങ്ങളെന്നാണ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് ഇതിനെ പറയുക. എല്ലാം ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സൊഡാലിറ്റികളുണ്ട്, അതുപോലെ മരിയൻ ഭക്ത ഗ്രൂപ്പുകളുണ്ട്, സേനകളുണ്ട്. ഇവരോടൊക്കെ നമ്മളിങ്ങനെ ചേർന്നിട്ട് നമുക്ക് വലിയ താല്പര്യമാണ്. അമ്മയുടെ രൂപം നമ്മൾ കൈപ്പിടിക്കുന്നു, നമ്മൾ പ്രദക്ഷിണത്തിൽ നടക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ദിവസം അതുപോലെ നമ്മൾ വസ്ത്രങ്ങൾ അണിയുന്നു, പുറമേ നമ്മൾ മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ എനാക്ടിങ് നടത്തുന്നു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പുറമേ മാത്രം കാണിക്കുകയും ഇതൊരു പ്രദക്ഷിണം പോലെ, ഒരു കെട്ടുകാഴ്ച പോലെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് സ്വർഗത്തെ ഒരിക്കലും സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. അമ്മയോടുള്ള മാധ്യസ്ഥം, അമ്മ സ്വീകരിക്കപ്പെടണം. പക്ഷെ അത് ഹൃദയങ്ങളിലാണ്. നമ്മളിങ്ങനെ പുറമേ ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ആൾക്കാരാകാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പുറമേ കാണിക്കുന്ന പുറംപൂശികൾ അത് സത്യമായും സ്വർഗത്തെ വേദനിപ്പിക്കും. പലരും മാതാവിൻ്റെ പ്രേക്ഷിതരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അമ്മ എന്നും പറഞ്ഞ് ഭയങ്കര പ്രസംഗങ്ങൾ നടത്തുന്നവരുണ്ട്. അവിടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പലപ്പോഴും വേദനിക്കുന്ന ഒരു കാര്യം, അമ്മയുടെ പുണ്യങ്ങൾ, എളിമ. ഒരുപക്ഷെ നമ്മുടെ തന്നെ പ്രസ്ഥാനം നമ്മൾ വളർത്താൻ വേണ്ടി അമ്മയുടെ പേര് ഉപയോഗിക്കുക. അമ്മ കൃത്യമായി പറയുന്നു, എൻ്റെ പുത്രൻ്റെ കാപ്പയ്ക്കു കീഴിൽ നിങ്ങൾ വ്യക്തിപരമായ സാമ്രാജ്യങ്ങൾ, അത് ശുശ്രൂഷകളാണെങ്കിൽ പോലും ആരുടെ വിരൽത്തുമ്പിൽ അത് ആരംഭിച്ചോ അവൻ്റെ വിരൽത്തുമ്പിൽ തന്നെ അത് അവസാനിപ്പിക്കപ്പെടും. അമ്മ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പിന്നിലുള്ള ഒരു കാര്യമാണെങ്കിൽ അത് യഥാർത്ഥ മരിയഭക്തിയല്ല. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് എന്ന് കണ്ട് നമ്മൾ നടത്തുന്ന കാര്യമല്ല, അതൊരു മുതലെടുപ്പാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാലാമത്തേത് സ്വയം വഞ്ചിതരായിട്ടുള്ളവരാണ്. ദുഷ്പ്രേരണകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന പാപികൾ അഥവാ ലൗകികരാണിവര്. അഹങ്കാരം, ദ്രവ്യാഗ്രഹം, ജഡികാസക്തി, ഇന്ദ്രിയമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അനീതി, അപവാദം പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അതായത് യഥാർത്ഥമായ ഒരു അനുതാപവും ഇല്ല, പാപം ഉപേക്ഷിക്കാൻ
താല്പര്യവുമില്ല. ദൈവം കാരുണ്യവാനാണ്. ഇതെല്ലാം കൂടെ കൂടി അവസാനം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുമ്പസാരിക്കാം, അനുതപിക്കാം, ദൈവം രക്ഷിച്ചോളും. എന്തെങ്കിലും ഒരു ശിക്ഷയെക്കുറിച്ച് പറയുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴോ യാതൊരുവിധ ശ്രദ്ധയുമില്ല. പാപത്തിൽ തന്നെ മുഴുകി ഇങ്ങനെ പോവുക. ആ ഒരു അവസ്ഥയിൽ നമ്മൾ വേണമെങ്കിൽ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള നിർബന്ധമുള്ളതാണ്, കൃത്യം 6 മണിക്ക് വീട്ടിൽ ജപമാല ചൊല്ലിയിരിക്കണം. വീട്ടിലെ അപ്പൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ടായിരിക്കും ഇരുന്ന് ചെല്ലുന്നത്. അല്ലെങ്കിൽ ബാക്കി ആരുടെയും അലമ്പുണ്ടാക്കിയിട്ട് അവിടുത്തെ സകല പ്രശ്നങ്ങളും അയൽക്കാരൻ്റെ കഞ്ഞികുടി മുട്ടിച്ചിട്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ ഒരു ഒരു ഉപകാരത്തിൽ വരികയില്ല. അതൊരു വിപരീത ഫലമായിരിക്കും ഉണ്ടാകുമെന്ന് സ്വയം വഞ്ചിതർ എന്നുള്ള ഗണത്തിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് അവരെ ചേർക്കുകയാണ്. അതിൽ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം. പാപം ഒഴിവാക്കുവാൻ തന്നോട് തന്നെ കാർക്കശ്യം കാണിക്കണം. ക്രിസ്തുനാഥനെയും ദിവ്യജനനെയും കഠിനമായി ദ്രോഹിക്കുന്ന ചാവുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതിനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ മരിയ സഖ്യത്തിൽ ചേരുക, ജപമാലയോ മറ്റ് പ്രാർത്ഥനകളോ ചൊല്ലുക, ശനിയാഴ്ചകൾ ഉപവസിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. 5-ാമതായിട്ട് ചഞ്ചല മനസ്കരാണ്. ചഞ്ചല മനസ്കർ എന്ന് പറഞ്ഞാൽ ഓടി വരും, ഓരോ പരിപാടിയിൽ പങ്കെടുക്കും, വിമലഹൃദയ പ്രതിഷ്ഠ ഞാൻ റെഡിയാണ്, സംബന്ധിക്കും, 5 ദിവസം സംബന്ധിക്കും, പിന്നെ തീർന്നു, അത് ഉപേക്ഷിച്ചു. പല തവണയും വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സംഘടനകളിൽ ചേരും, അല്ലെങ്കിൽ ഞാൻ അഖണ്ഡ ജപമാല ഞാനും കൂടെ കൂടാൻ കേട്ടോ ചെല്ലാനായിട്ട്, അതിന് വലിയൊരു താല്പര്യം കാണിക്കും, വഴിയിൽ വെച്ച് ഉപേക്ഷിക്കും. ഇതുപോലെയാണ് ഓരോ ഭക്തകൃത്യങ്ങളും. അതിനൊരു ആയുസില്ല. ഇടയ്ക്ക് അമ്മയോട് വലിയ താല്പര്യം തോന്നും, പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം, ഒരു മരിയഭക്തി വളർത്തണം, വീട്ടിൽ ഞാൻ അമ്മയ്ക്കൊരു നല്ല സ്ഥാനം കൊടുക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറന്നുപോകും. ഇതുപോലെ ചഞ്ചല മനസ്കരായിട്ടുള്ളവരെ യഥാർത്ഥമായിട്ടുള്ള മരിയഭക്തി അല്ല എന്ന് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. 6-ാമതായിട്ട് കപടഭക്തിയാണ്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മാതാവിൻ്റെ മേലങ്കിയുടെ കീഴിൽ തങ്ങളുടെ പാവങ്ങളും ദുസ്വഭാവങ്ങളും മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യരും ഭക്തരുമായി നടിക്കുന്നവർ. അതായത്, ഞാൻ ഭയങ്കര മരിയ ഭക്തനാണ്, ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, കയ്യിൽ വേണമെങ്കിൽ ഒരു ചെറിയ ജപമാലയൊക്കെ ഞാൻ എപ്പോഴും അണിഞ്ഞുകൊണ്ട് നടക്കും, എൻ്റെ കഴുത്തിൽ ജപമാലയുണ്ട്, മറ്റുള്ളവർ കാണുമ്പം ഭയങ്കര ഒരു ഭക്തി തോന്നും, എൻ്റെ വണ്ടിയിൽ നിർബന്ധമായും ജപമാല വേണം, അത് വെഞ്ചരിച്ച് ഇട്ടുകൊണ്ട് നടക്കണം, ആ പരിശുദ്ധ അമ്മയുടെ രൂപം വേണേലും ഞാൻ അവിടെ വെക്കും, പക്ഷേ എൻ്റെ നടപ്പ് മുഴുവനും തോന്നിയവാസമാണ്. എനിക്ക് അതിനകത്ത് വിശുദ്ധിയുടെ യാതൊരുവിധ കണികയുമില്ല. പരിശുദ്ധ അമ്മയെ സത്യത്തിൽ നമ്മൾ അപമാനിക്കുകയാണ്. കാണുന്നവർ തോന്നും നമ്മൾ ഭയങ്കര ഭക്തരാണ്, നമ്മൾ ഭയങ്കര വിശ്വാസികളാണ്, മാതാവിൽ ആശ്രയിക്കുന്നവരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, 7-ാമത്തേത് സ്വാർത്ഥ തൽപരരാണ്. അപകടങ്ങളെ അകറ്റുവാനും അസുഖങ്ങൾ മാറ്റുവാനും കേസുകൾ ജയിക്കുവാനും മാതൃസമക്ഷം അഭയം തേടുന്ന സ്വാർത്ഥമതികളാണിവർ. ഇത് അച്ഛൻ പറയുന്നതല്ല കേട്ടോ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വഴിതെറ്റിപ്പോകാവുന്ന മാതൃഭക്തിയെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ജപമാല, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ ജപമാല കൈ പിടിച്ച് ഇങ്ങനെ അമ്മയെ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ എനിക്കിങ്ങനെ ചൂണ്ടക്കോളത്തിട്ടിരിക്കുന്ന ചൂണ്ടക്കാരെ പോലെ തോന്നാറുണ്ട്. അച്ഛനിത് പറയുമ്പോൾ ഒന്നും തോന്നരുത്. കാരണം നമ്മുടെ ഭൗതികമായ ഒരു രക്ഷയ്ക്ക് വേണ്ടിയല്ല, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ചരിത്രങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മ കാൽവരി കയറിയപ്പോൾ പുത്രന്റെ തങ്കച്ചോര വീണ വഴിയിലൂടെ അമ്മ നടന്ന് പുത്രന്റെ രക്തത്തുള്ളികൾ, തങ്ക രക്തമണികൾ അമ്മ നുറുങ്ങിയ ഹൃദയവുമായി കുനിഞ്ഞെടുത്ത് കോർത്ത് നമുക്ക് സമ്മാനിച്ചതാണ് ഈ ജപമാല, തങ്ക പരിമളമാല. പ്രിയപ്പെട്ടവരെ, ഈ ജപമാല ചൊല്ലുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൻ്റെ പദ്ധതിയല്ല. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും നാം നിന്ദിക്കുകയാണ്, അപമാനിക്കുകയാണ്. രക്ഷാകര പദ്ധതിയുടെ ഉദ്ദേശത്തെ തന്നെ നമ്മൾ പുച്ഛത്തോടുകൂടി തകിടം മറിക്കുകയാണ്. അത് യഥാർത്ഥ മരിയ ഭക്തി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്.
എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അമ്മമാരോട് നമുക്കൊരു സ്നേഹബന്ധമുണ്ട്, സ്വാർത്ഥബന്ധമല്ല. അമ്മയെക്കൊണ്ട് നമുക്ക് കാര്യം കാണലല്ല നമ്മുടെ ജീവിതം. അമ്മയെക്കൊണ്ട്, അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ അമ്മമാർ തളർന്നു കിടന്നാൽ പോലും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അമ്മയോടുള്ള സ്നേഹത്തിൽ ശരിക്കുമുള്ള ഹൃദയമുള്ള മക്കൾക്കൊരു കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞതുപോലെ, അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഭൗതികമായ കാര്യങ്ങളൊന്നും ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ പോലും അമ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ്. അമ്മയുടെ സാന്നിധ്യം മാത്രം മതി, അമ്മയുടെ സ്നേഹം മാത്രം മതി, അതിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാകേണ്ടുന്ന യഥാർത്ഥമായ മരിയഭക്തി. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, ഇവനും അവനും അവളിൽ നിന്ന് ജാതരായി. സങ്കീർത്തനം 86:5. ഇത് പരിശുദ്ധാത്മാവ് രാജകീയ സങ്കീർത്തനത്തിലൂടെ പറയുന്നു. ചില സഭാപിതാക്കന്മാരുടെ അഭിപ്രായമനുസരിച്ച് മറിയത്തെ പറ്റിയുള്ള ഒരു പ്രവചനമാണിത്. മനുഷ്യവർഗത്തിന്റെ ശിരസ്സായ ക്രിസ്തു അവളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് മറ്റവയവങ്ങളായ തിരഞ്ഞെടുക്കപ്പെട്ട സകലരും അവൾ വഴി തന്നെയാണ് ജനിക്കേണ്ടത്. ഒരു ശിശുവിൻ്റെ ശിരസ് മാത്രമോ അവയവങ്ങൾ മാത്രമോ ആയി ഒരു മാതാവും പ്രസവിക്കുന്നില്ല. അതുപോലെ കൃപയുടെ തലത്തിലും ശിരസ്സും അവയവങ്ങളും ഒരേ മാതാവിൽ നിന്നാണ് ജാതമാകേണ്ടത്. ആകയാൽ ശിരസിൻ്റെ അമ്മയായ മറിയം വഴിയല്ലാതെ ജനിക്കുന്ന ഒരുവനും തിരഞ്ഞെടുക്കപ്പെട്ടവനോ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അവയവമോ ആയിരിക്കുകയില്ല. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ ആശ്വീഷും മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ.
വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവന്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ,
ദൈവമേ, വിശ്വാസ പ്രമാണത്തിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിശാചേറെ ഭയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് അങ്ങ് പൂജാതനായി കന്യാസുതനായി അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നുള്ള ഒരു രഹസ്യം, അവൾ അമലോത്ഭവയാണ് എന്നുള്ള രഹസ്യം, പിശാചിനെ ഏറെ ഭയപ്പെടുത്തുന്ന ആ രഹസ്യം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് വലിയ സംരക്ഷണം തരണമേ. അമ്മയെ ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ സംരക്ഷണത്തിനാണല്ലോ. എല്ലാ ശത്രുക്കളുടെ കെണിയിൽ നിന്ന് കാക്കുന്ന ആ നല്ല അമ്മയുടെ കരം പിടിച്ച് അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ നിമിഷം നിനക്കേകിടാനാ എൻ കയ്യിലൊന്നും നാഥ. എന്റെ സ്നേഹത്തിന് പകരമായി എന്റെ കയ്യിൽ ഒന്നുമില്ല നാഥ. ഈ നിമിഷം നിനക്കേകിടാനാ എൻ കയ്യിലൊന്നും നാഥ. പാപവുമെന്നുടെ ദുഃഖങ്ങളും നമ്പുരാനെ തിരുമുൻപിലേക്കുന്നു നാഥ. ഏറ്റെടുക്കണമേ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന. ഈശോയെ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈശോ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, യേശുവേ, ആരാധന ആരാധന ആരാധന. യേശുവേ, മഹത്വം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന വലിയ വിടുതലും സൗഖ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു കൃപയും ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവമേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പരിപൂർണ സമർപ്പണത്തിനായി നമ്മൾ തയ്യാറായി ഈ ശുശ്രൂഷയിൽ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അറിയണം, അടുക്കണം. ഈശോയുടെ പരിശുദ്ധ ഹൃദയവും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയവും യുസപിതാവിൻ്റെ നിർമ്മല ഹൃദയവും നമ്മൾ അറിയണം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വർഗീയ പദ്ധതികളോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മൾ കൊടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 തിരുവാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് കടന്നുപോയ ദാഹം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. പുത്രന്റെ ദാഹം കണ്ടുനിന്ന അമ്മ അവന്റെ ദാഹം ശമിപ്പിക്കുവാനായി അഹോരാത്രം പരിശ്രമിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലൂടെ അമ്മ പ്രത്യക്ഷപ്പെട്ടും ഓരോ ആത്മീയ പ്രചോദനങ്ങളിലൂടെ തിരുസഭയെ ചേർത്ത് പിടിച്ചും അമ്മ ഈ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിത് ഗൗരവത്തോടുകൂടി എടുക്കാം.
അമ്മയോട് ചേർന്ന് നിന്നാൽ മാത്രമേ, കുരിശിന്റെ ചുവട്ടിൽ അമ്മയോട് ചേർന്ന് നിന്ന് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ എല്ലാം ലഭിക്കുക. മറ്റ് ശിഷ്യന്മാർക്ക് അവരുടെ ബലവും പോയി, അവരുടെ പേരും പോയി, ജീവിതവും പോയി, ജീവനും പോയി എന്നുള്ള അവസ്ഥയിൽ, ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ പത്രോസ് വീണ്ടും വലയെടുത്തിറങ്ങുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ ഏറ്റവും വലിയ സമ്മാനവുമായി വീട്ടിലേക്ക് പോവുകയാണ്. മാനവരാശിയുടെ പ്രതീകമായ യോഹന്നാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ അമ്മയുമായി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അമ്മ യോഹന്നാന്റെ വക്ഷസ്സിൽ തലചായ്ച്ചു. അതിനൊരു ദിവസം മുൻപ് യോഹന്നാൻ യേശുവിന്റെ വക്ഷസ്സിൽ തലചായ്ച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും ഈശോയും ഏറെ സ്നേഹിച്ച ആ ശിഷ്യൻ തിരുസഭയുടെ പ്രതീകമാണ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രതീകമാണ്. നമ്മളോട് ദൈവം കാണിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമാണ് യോഹന്നാൻ. നമുക്ക് ഏറ്റെടുത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറിയം നമ്മുടെയും അമ്മയാണ്. ഈശോയെ, പാപത്താൽ നഷ്ടമാക്കിയ ദൈവിക ജീവൻ വീണ്ടെടുത്തു തരാൻ യേശുവോടൊത്ത് കന്യാമാതാവ് സവിശേഷമവിധം സഹകരിച്ചതിനാലാണ് മറിയം ഞങ്ങളുടെ അമ്മയായി തീർന്നതെന്ന് ഞങ്ങൾക്കറിയാം. ജീവൻ നൽകുന്നവളുടെ പേരാണല്ലോ അമ്മ. ആ നിലയ്ക്ക് ദൈവീക ജീവൻ ഞങ്ങൾക്ക് തരുന്നതിനായി മറിയം സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മന്നാ പേടകമായ അമ്മ, ജീവൻ നൽകുന്ന അപ്പത്തെ സംവഹിച്ച അമ്മ, ഇസ്രായേൽ ജനം യാത്ര ചെയ്ത വഴികളിലുടനീളവും വാഗ്ദത്ത പേടകവും ചുമന്നുകൊണ്ട് നടന്നു. കാരണം കർത്താവിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം ആ വാഗ്ദത്ത പേടകത്തെ പൊതിഞ്ഞു നിന്നിരുന്നു. ഷെക്കൈന. ഇസ്രായേൽ ജനം താന്താങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്ന് നോക്കുമ്പോൾ മോശ വാഗ്ദത്ത പേടകത്തിന്റെ ഉള്ളിൽ, സമാഗമ കൂടാരത്തിൽ വാഗ്ദത്ത പേടകത്തിൽ കർത്താവുമായി സംവദിക്കുമ്പോൾ സ്വർഗത്ത് നിന്ന് ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം ഇറങ്ങി വരുന്നത് ജനം കണ്ടു. താന്താങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് ഷെക്കൈന അനുഭവിച്ചു. ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യം. ഇതാ ദൈവത്തിന്റെ കാണപ്പെടുന്ന സാന്നിധ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. ആ സ്വർഗീയ മന്ന, ആ മന്ന ചുമക്കുന്നതിന് പേടകമായ പരിശുദ്ധ അമ്മയെ നമ്മൾ സംവഹിക്കുക തന്നെ വേണം. അമ്മയുടെ സാന്നിധ്യം പുത്രന്റെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മ കടന്നു വന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. യോഹന്നാൻ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരെയും വീട്ടിലേക്ക് അമ്മയെ പറഞ്ഞു വിടണമേ. ശിഷ്യന്മാര് ചിതറിയോടി അമ്മയുടെ വിമല ഹൃദയത്തോട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പെരുമഴ പെയ്തിറങ്ങിയതുപോലെ ഞങ്ങൾക്കും ഒരവസരം തരണമേ. അമ്മ മാതാവിനെ ഞങ്ങൾക്കും സ്വന്തമായി തരണമേ. അമ്മ ഒരു വ്യക്തിയുടെ സ്വന്തമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ സ്വന്തമല്ല. അമ്മയെ തള്ളിക്കളയുന്നവരെ പോലും അമ്മ സ്വീകരിക്കുന്നു. മക്കളുടെ അനുവാദം നോക്കിയല്ലോ മക്കളെ അമ്മമാർ പോറ്റിയത്. മക്കൾ മറുതലിക്കുന്നത് നോക്കി പിണങ്ങി മാറി നിൽക്കുകയല്ലോ അമ്മമാർ ചെയ്യുന്നത്. സ്വർഗത്തിന്റെ അമ്മയെ നമുക്ക് തന്നു. ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം എപ്പോഴും ഞങ്ങൾക്കൊരു ബലമാണ്. കാരണം ഞങ്ങളുടെ കൂടെ അമ്മയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനായി പരിശുദ്ധ ത്രിത്വത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഒരുപക്ഷേ ദൈവനീതിയാൽ കൈവിടപ്പെട്ടേക്കാമെന്നുള്ള ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബലത്താൽ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് പരിശുദ്ധ ജപമാല ഞങ്ങളുടെ കരങ്ങളിൽ ഏന്തുന്ന വൈകുന്നേരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ യോഗ്യതയാൽ ദൈവമേ, ഞങ്ങളെ കൈവിടരുതേ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മഗ്ദലേനായും യോഹന്നാനും അമ്മ മാതാവിനോട് ചേർന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ ഞങ്ങളും ഇപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലേക്ക് വന്നു നിൽക്കുകയാണ്. പുത്രൻ തമ്പുരാൻ ബലിയായി നിൽക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ രക്ഷയുടെ പ്രതീകമായ പരിശുദ്ധ കൂദാശയായി നീ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളിതാ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്നു. നിന്റെ രക്തം വീണ് വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ ഇടങ്ങള്, വസ്തുവകകള്, ഞങ്ങളുടെ സ്വപ്നങ്ങള്, ഞങ്ങളുടെ ജീവിത നിയോഗം, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങൾ മുഴുവനും ആ പുത്രന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈശോ, നമുക്ക് കണ്ണു തുറന്ന് നോക്കാം. വലിയ നിന്നാപമാനങ്ങളേറ്റ് ഈശോ നമുക്കായി ക്രൂശിക്കപ്പെട്ടു. താഴെ നിന്നു നിന്നിച്ചു കൊണ്ടാനന്ദിക്കുന്നു, താഴെ നിന്നു നിന്നിച്ചു കൊണ്ടാനന്ദിക്കുന്നു. നമുക്ക് കുരിശിൻ ചുവട്ടി നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. ക്രൂശിന്മേ ആണികളിൽ നഗ്നനായി തൂങ്ങി മരിക്കും യേശു. പ്രീശന്മാരും സംപ്രേമാരും വലിയ നിന്നാപമാനങ്ങളെ താഴെ നിന്നു നമ്മുടെ തമ്പുരാൻ പിടയുന്ന സമയം ആനന്ദിക്കുന്നു, താഴെ നിന്നു നിന്നിച്ചു കൊണ്ടാനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്ക് ചേർന്ന് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാം. മാതാവും യോഹന്നാനും മഗ്ദലേന മറിയം മഗ്ദലനായോടും ചേർന്നു നിൽക്കും. ആ കുരിശിന്റെ ചുവട്ടിൽ നമുക്കും പോകാം. ക്രൂശിൻ താഴെ പോയി നിൽക്കാം. പോയി നിൽക്കാം. ഈശോ, തന്റെ രക്തം വീണു നാം നിർമ്മലരാ. വലിയ വീണ്ടെടുപ്പിന്റെ സമയമാണ്. തന്റെ രക്തം വീണു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിർമ്മലരാ. അമ്മ മാതാവിനോട് ചേർന്ന് നിന്ന ജീവിതങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു. കുരിശിന്റെ ചുവട്ടിൽ ഇതാ ഞങ്ങളും വന്നു നിൽക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ഞങ്ങൾ വന്നു നിൽക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തം, കുരിശിലൂടെ ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, മരത്താൽ വന്ന പാപം മരത്താൽ മായ്ക്കുവാനായി കുരിശുമരത്തിൽ ബലിയായി തീർന്ന ഞങ്ങളുടെ രക്ഷകനായ രണ്ടാമത്തെ ആദമായ പൊന്നു തമ്പുരാനെ, രണ്ടാമത്തെ ഹവ്വയുടെ അടുത്തേക്ക് ഞങ്ങളിതാ നടന്നു നീങ്ങുന്നു. ഞങ്ങൾക്ക് എവിടെയാണോ രക്ഷ നഷ്ടപ്പെട്ടത് അവിടെ തന്നെ രക്ഷ നൽകണമേ. ഞങ്ങൾ എവിടെയാണോ വീണത് അവിടെ തന്നെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. എവിടെയാണോ ഞങ്ങൾ തകർന്നടിഞ്ഞത് അവിടെ തന്നെ ഞങ്ങളെ ഉയർത്തണമേ. എവിടെയാണോ ഞങ്ങൾക്ക് മുറിഞ്ഞത് അവിടെ നിന്റെ സൗഖ്യത്തിന്റെ ലേപനം നീ പുരട്ടണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മാതാവിന്റെ കൂടെ യോഹന്നാനും മഗ്ദലേനായോടും ചേർന്നു നിൽക്കും. നമുക്കെല്ലാരും ഓർക്കാം. ക്രൂശിൻ താഴെ ഈ സമർപ്പണത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നിൽക്കാം. കുരിശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം. തന്റെ രക്തം വീണു നാം നിർമ്മലരാകും. തന്റെ രക്തം വീണു നാം നിർമ്മലരാകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. തന്റെ തിരുക്കുമാരന്റെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപന്തിയിൽ നിന്നവളാണ് പരിശുദ്ധ മറിയം. തന്റെ
കുരിശുമരണത്താൽ നിത്യജീവനിലേക്ക് പുതുജന്മം സിദ്ധിച്ചവരെല്ലാവരെയും വളർത്തിയെടുക്കുവാനാണ് ഈശോ തൻ്റെ അമ്മയെ ചുമതലപ്പെടുത്തിയത്. എല്ലാം ഈശോ പറഞ്ഞെങ്കിലും ഒന്നും മനസ്സിലാകാത്തതുപോലെ ശിഷ്യന്മാരിങ്ങനെ ബുദ്ധിമുട്ടിയ സമയം, പേടിച്ച സമയം, കഥകടച്ചിരുന്ന സമയം, ചിതറിയോടിയ സമയം, ഒളിച്ചോടിയ സമയം, ഈശോയെ വേണ്ട എന്നും പറഞ്ഞ് അവരുടെ ജീവിത മാർഗങ്ങളിലേക്ക് തിരിഞ്ഞ സമയം, പരിശുദ്ധ അമ്മ അവരെ ധൈര്യപ്പെടുത്തി. മക്കളെ, അവൻ വീണ്ടും വരും. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ധൈര്യം അവലംബിക്കണം. നിങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ബലപ്പെടും. ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ബലമുള്ള മനുഷ്യരായി നിങ്ങൾ മാറും. ലോക ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ, ഇത്ര വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യർ ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന തരത്തിൽ ലോകത്തിന്റെ അതിർത്തികൾ വരെ യേശു ഏക രക്ഷകനെന്ന് സധൈര്യം പറയുന്ന ഒരു വലിയ സ്ഥൈര്യം, ഒരു വലിയ ബലം, ആത്മബലം അവരിലേക്ക് വ്യാപരിച്ചില്ലേ? അടച്ചിട്ട മുറി മലർക്കത്തുറന്ന് പത്രോസ് പറഞ്ഞ പ്രസംഗം കേട്ടപ്പോൾ എത്രയധികം ആൾക്കാരാണ് ഹൃദയം നുറുങ്ങി ചോദിച്ചത്, സഹോദരങ്ങളെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ അനുതാപം, ആദിമസഭ, വീണ്ടെടുപ്പ്, പരിശുദ്ധാത്മ അഭിഷേകം, ശക്തി, ബലം, ധൈര്യം. ഈ അന്ത്യകാല സഭയിലും ഒരു ദ്വിതീയ പെന്തക്കോസ്ത നമുക്ക് ആവശ്യമാണ്. തളർന്ന അവസ്ഥ നമുക്കുണ്ട്. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഭിന്നിപ്പിന്റെ അരൂപി സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ട് ദൈവവേലയ്ക്ക് എന്നുള്ള പേരിൽ ഇറങ്ങിയിട്ടും ദൈവത്തെ നിന്ദിക്കുന്ന, നിന്നാപമാനങ്ങൾ അവിടുത്തെ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് പോലും ഉണ്ടാകുന്ന കാലത്താണ് നമ്മൾ നിൽക്കുക. ആഗ്രഹിക്കാം, വീണ്ടും നമ്മൾ മടങ്ങണം. പ്രിയപ്പെട്ടവരെ, മാളികമുറിയിൽ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തോട് ഐക്യപ്പെട്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം. പുത്തൻ പെന്തക്കോസ്ത, പുതിയ സഭ, വീണ്ടെടുപ്പ്, ഇനിയും അഭിഷേകം, ഇനിയും രക്ഷ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മളെ തൊടുന്ന സമയമാണ്. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ആരെയൊക്കെയാണോ നമ്മൾ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായി ആഗ്രഹിക്കുന്നത്, അവരെയൊക്കെ ഈശോയോടും യോഹന്നാനോടും മഗ്ദലനായോടും ചേർത്ത് കുരിശിന്റെ ചുവട്ടിലേക്ക് വെച്ച് നമുക്ക് അവിടുത്തെ പരിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിന്റെ അഭിഷേക മുദ്ര സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന.